ഹായ് ഫ്രണ്ട്സ്, ബി കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹെബ്രോൺ ട്രാവൽസിൽ യാത്ര പോവാണ്. എവിടെന്നാണെന്ന് അറിയണ്ടേ? ഇരുമലപ്പടിക്ക് ഒരു സ്വപ്ന കൂടാരം എന്നൊരു ഭവനമുണ്ട് കേട്ടോ. നമ്മുടെ മാത്യു സേട്ടനും ഷീല ചേച്ചിയുടെയും വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അവിടുത്തെ താമസക്കാരെല്ലാവരും ചേർന്ന് പോകുന്നൊരു യാത്ര കേട്ടോ. അടിപൊളിയാട്ടോ യാത്ര. എന്തായാലും എനിക്ക് അവർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര രസം, ഭയങ്കര പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവാണ്. ഞാനിത് കുറച്ച് ഫോട്ടോയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചേർത്തുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് അങ്ങ് ഓർഡർ ഇടാത്തത് കേട്ടോ. എന്തൊക്കെയായാലും ഞങ്ങൾ ആദ്യം പോയത് എലവീഴ പുഞ്ചിറയായിരുന്നു. എലവീഴ പുഞ്ചിറയുടെ ആ ചിറയിൽ ഞങ്ങൾ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. രാധികയുടെ പാട്ട്, ജോൺസേൻ്റെ പാട്ട്, അതുപോലെ തന്നെ എല്ലാവരും തന്നെ, ബെന്നിയുടെ പാട്ട്, എല്ലാവരും. അതുപോലെ നമ്മുടെ ഡോക്ടറുടെ ഭാര്യ, പേരിനെ വിട്ടുപോയി, സോറി, പാട്ട്, എല്ലാവരും നല്ല പാട്ടും ആയിരുന്നു. അത് ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി, പുള്ളിക്കാനം എസ്റ്റേറ്റിന് മുമ്പായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. പ്രകൃതിയിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവരും. അതിനുശേഷം പോയി കഴിഞ്ഞപ്പോഴാണ് മാത്യു സേണനും ചേച്ചിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, റീൽസൊക്കെ എടുക്കണമെന്ന്. അതിൻ്റെ ഒപ്പം എന്നെ ബെന്നിയുടെ വക. എന്നാൽ പിന്നെ ഞാനും കിടക്കട്ടെ എന്ന് ഓർത്തു, ഒരു ചെറിയ റീൽസ് എൻ്റെ വക. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും, ജോൺസനും ബ്ലെസ്സിയും, അതെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. ഞങ്ങൾ പിന്നെ എലവീഴ പൂഞ്ചിറയിൽ ഇറങ്ങി, അവിടെ കാലൊക്കെ കഴുകി, അവിടെ നിന്നൊക്കെ കയറി. ശരിക്കും അതിൻ്റെ വ്യൂ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റില്ലാത്തായിരുന്നു. പക്ഷെ ഞങ്ങളൊരു ചെറിയ കുറുക്ക് വഴിയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പോയി. പിന്നെ ഞങ്ങളിങ്ങനെ വന്ന് എല്ലായിടത്തും വന്ന് കണ്ടു. എലവീഴ പൂഞ്ചിറയിലൊക്കെ ഇറങ്ങി അവിടെ കണ്ട് അതിന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. മാത്യു സേട്ടനും ചേച്ചിയുടെയും 18 വയസ്സുള്ള പ്രായമല്ലേ, അതുകൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. അതിനൊപ്പം സന്ധ്യ പൗലോസ് ചേട്ടൻ, പിന്നെ എല്ലാവരും കപ്പിൾസ് എല്ലാം കൂടി ഇരുന്നൊരു ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് നമ്മുടെ പുള്ളിക്കാന എസ്റ്റേറ്റിലൊരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു, പണ്ടത്തെ ബംഗ്ലാവ്, കരിങ്കല്ല് കൊണ്ട് മൊത്തം പണിത്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പൈൻ വാലി പോയി. പൈൻ വാലി പോയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. അവിടെ നിന്നിട്ട് തന്നെ നേരെ വന്ന് വാഗമൺ മൊട്ടക്കുന്നിലേക്കാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് കാണുന്നത്. ഇത് മാംഗോ മെഡോസിൽ ഞങ്ങൾ വന്നു. അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല മൊട്ടക്കുന്നുകൾ, ഇന്ന് പുല്ല് ഒത്തിരി കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല രസം, നല്ല കാറ്റ്, ചെറിയ തണുത്ത കാറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ സ്നാക്സൊക്കെ കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ ചേർന്ന് ഫോട്ടോസൊക്കെ എടുത്തു. സമയം പോയത് അങ്ങ് അറിഞ്ഞേയില്ല. അതിനുശേഷം ഞങ്ങളവിടെ നിന്ന് വൈകിട്ടാണ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മണി 6 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മാത്യു സേട്ടൻ്റെ വക ഡാൻസ്, ചേച്ചിയും ഉണ്ടായിരുന്നു, പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാട്ട് ഞങ്ങളിതിൽ കേട്ടിട്ടില്ല എന്നുള്ളൂ. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. മാത്യു സേട്ടനൊക്കെ പ്രായം ഒരു 10-15 വയസ്സും കുറഞ്ഞു പോയതുപോലെ കണ്ടോ. എന്ത് ഇതായിട്ടാ കൊച്ചു കുട്ടികളെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ടോ. ഷീല ചേച്ചിനൊക്കെ എടുത്ത് പൊക്കി ഡാൻസ് കളിച്ച് ഭയങ്കര സെറ്റ്, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ടൂർ പോകണം, പ്രത്യേകിച്ച് ഹെബ്രോൺ ട്രാവൽസിനൊപ്പം. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് അരുവിത്തറ പള്ളിയിൽ വന്നു. പിന്നെ നമ്മുടെ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളിയുള്ള ഭരണങ്ങാനം, അവിടെയും വന്നു. അവിടെ വന്നൊക്കെ പ്രാർത്ഥിച്ചു. ഭയങ്കര ഒരു അനുഭൂതിയായിരുന്നു, ഭയങ്കര ഫീൽ. എന്തായാലും ഇങ്ങനെ ആ കൂട്ടായ്മ തന്നെ ഭയങ്കര ഇതാട്ടോ. ആ സ്വപ്നം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊതിയാകുമായിരുന്നു അവരോട് പോയി വാടകയ്ക്ക് താമസിക്കാനൊക്കെ. അതിലൊക്കെ ഏറ്റവും ഹൈലൈറ്റ് ആയത് നമ്മുടെ ഡോക്ടറുടെ ഭാര്യ ഹിമയാട്ടോ. എനിക്ക് ആ പേര് വിട്ടുപോയി, ഹിമ എന്നുള്ള പേര് വിട്ടുപോയി. എന്തായാലും ഭയങ്കര സെറ്റപ്പ്. അൽഫോൻസാമ്മയുടെ പള്ളി, അതുപോലെ അരുവിത്തറ പള്ളി, അവരെ ഡാൻസും പാട്ടും അതൊന്നിച്ചുള്ള ഭക്ഷണം കഴിക്കലും എല്ലാം ഭയങ്കര സെറ്റപ്പ്. അവരുടെ റിവ്യൂ ഒന്ന് കേട്ടോ. ഹെബ്രോൺ ട്രാവൽസിലെ യാത്ര അടിപൊളിയായിരുന്നു. റിവ്യൂ 5 ഔട്ട് ഓഫ് 5. അപ്പം ഇനി മറ്റൊരു വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഓക്കെ.